അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗകാലത്ത് സ്ത്രീകൾക്ക് അനന്തര സ്വത്തിൽ അല്പം അവകാശമുണ്ടായിരുന്നില്ല. അടുത്ത കാലം വരെയും ഇസ്ലാമികേതര സമൂഹങ്ങളിലെല്ലാം ഇതുതന്നെയായിരുന്നു അവസ്ഥ. എന്നാൽ ഖുർആൻ സ്ത്രീക്ക് അനന്തര സ്വത്തിൽ അവകാശം നൽകി. അത് ശക്തമായി ഊന്നിപ്പറഞ്ഞു. മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട്. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ സ്ത്രീകൾക്കും വിഹിതമുണ്ട്. സ്വത്ത് കൂടുതലായാലും കുറവായാലും ശരി, ഈ വിഹിതം അള്ളാഹു നിശ്ചയിച്ചതാണ്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. പുരുഷന് 2 സ്ത്രീകളുടെ വിഹിതത്തിന് തുല്യമായതുകൊണ്ട്, അഥവാ 2-ലേറെ പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ മരിച്ചയാൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 3/2 ഭാഗമാണ് അവർക്കുണ്ടാവുക. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പാതി ലഭിക്കും. മരിച്ചയാൾക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളിലോരോരുത്തർക്കും അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 1/6 വീതമാണുണ്ടാവുക. അഥവാ അയാൾക്ക് മക്കളില്ലാതെ മാതാപിതാക്കൾ അനന്തരാവകാശികളാവുകയാണെങ്കിൽ മാതാവിന് 1/3 ഉണ്ടായിരിക്കും. അയാൾക്ക് സഹോദരനുണ്ടെങ്കിൽ മാതാവിന് 1/6 ഉണ്ടാവുക. ഇതെല്ലാം മരണമടഞ്ഞയാളുടെ വസിയ്യത്തും കടവും കഴിച്ചുള്ളവയുടെ കാര്യത്തിലാണ്. മാതാപിതാക്കളാണോ മക്കളാണോ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ഈ ഓഹരി നിർണയം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും തികഞ്ഞ യുക്തിമാനുമത്രേ. നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിൻ്റെ 4/1 ഭാര്യമാർക്കുള്ളതാണ്. മക്കളുണ്ടെങ്കിലോ നിങ്ങൾ വിട്ടേച്ചു പോയതിൻ്റെ 8/1 അവരുടെ വിഹിതം. നിങ്ങൾ നൽകുന്ന വസിയ്യത്തും കടമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. അനന്തരമെടുക്കപ്പെടുന്ന പുരുഷനോ സ്ത്രീക്കോ പിതാവും മക്കളും മാതാപിതാക്കളൊത്ത സഹോദരങ്ങളുമില്ലാതിരിക്കുകയും മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഉണ്ടാവുകയുമാണെങ്കിൽ അവരിലോരോരുത്തർക്കും 1/6 വീതം ലഭിക്കുന്നതാണ്. അവർ 1-ൽ കൂടുതൽ പേരുണ്ടെങ്കിലോ 3/1 അവർ സമാവകാശികളായിരിക്കും. ദ്രോഹകരണമല്ലാത്ത വസിയ്യത്തോ കടമോ ഉണ്ടെങ്കിൽ അവ കഴിച്ചാണിത്. ഇതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും ഏറെ കനിവുള്ളവനുമാണല്ലോ. അവർ നിന്നോട് വിധി ചോദിക്കുന്നു. പറയുക, പിതാവോ മക്കളോ ഇല്ലാതെ മരണമടയുന്നവരുടെ സ്വത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്കിതാ വിധി നൽകുന്നു. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് മക്കളില്ല, ഒരു സഹോദരിയുമുണ്ട് എങ്കിൽ അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ പാതി അവൾക്കുള്ളതാണ്. അവൾക്ക് മക്കളില്ലെങ്കിൽ അവളുടെ അനന്തര സ്വത്ത് അയാളുടെ സഹോദരനുള്ളതാണ്. 2 സഹോദരിമാരാണുള്ളതെങ്കിൽ സഹോദരൻ വിട്ടേച്ചു പോയ സ്വത്തിൽ 3/2 അവർക്കായിരിക്കും. സഹോദരന്മാരും സഹോദരിമാരാണുള്ളതെങ്കിൽ ആണിന് 2 പെണ്ണിൻ്റെ ഓഹരിയാണുണ്ടാവുക. നിങ്ങൾക്ക് പിഴവ് പറ്റാതിരിക്കാനാണ് അള്ളാഹു ഇതൊക്കെ ഈ വിധം വിവരിച്ചു തരുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ്. ഖുർആൻ നിശ്ചയിച്ച ഈ ദായക്രമത്തിൽ അപൂർവം സന്ദർഭങ്ങളിലൊഴിച്ച് എല്ലായ്പ്പോഴും സ്ത്രീക്ക് പുരുഷൻ്റെ പാതി സ്വത്തിനേ അവകാശമുള്ളൂ. പ്രത്യക്ഷത്തിൽ ഇത് സ്ത്രീയോടുള്ള അനീതിയും അവഗണനയുമായി തോന്നാം. എന്നാൽ ഇസ്ലാം അനന്തരാവകാശത്തെ സംരക്ഷണ ബാധ്യതയുമാണ് ബന്ധിപ്പിച്ചതെന്നതിനാൽ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇസ്ലാമിക നിയമമനുസരിച്ച് ഏതു സാഹചര്യത്തിലും സ്ത്രീക്ക് ഒരുവിധ സാമ്പത്തിക ബാധ്യതയുമില്ല, അവകാശങ്ങളേയുള്ളൂ. സാമ്പത്തിക ബാധ്യതകൾ എപ്പോഴും പുരുഷനു മാത്രമാണ്. വിവാഹവേളകളിൽ വരൻ്റെയും വധുവിൻ്റെയും വസ്ത്രങ്ങളും വിവാഹ സദ്യയുമുൾപ്പെടെ എല്ലാവിധ ചെലവുകളും വഹിക്കേണ്ടത് പുരുഷനാണ്. അതോടൊപ്പം പുരുഷൻ വധുവിന് നിർബന്ധമായും മഹർ നൽകുകയും വേണം. ജീവിത പങ്കാളിയെന്ന നിലയിൽ തൻ്റെ ഇണയുടെ സംരക്ഷണ ബാധ്യതകളൊക്കെയും താൻ വഹിക്കണമെന്നതിൻ്റെ പ്രതീകാത്മകമായ പ്രഖ്യാപനം കൂടിയാണ് മഹർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സംരക്ഷണവും നിർവഹിക്കേണ്ടത് കുടുംബനാഥനായ പുരുഷനാണ്. ഉദ്യോഗസ്ഥനായ ഭാര്യയുടെ പോലും ഭക്ഷണവും വസ്ത്രവും ചികിത്സയും ഉൾപ്പെടെ ചിലവുകളൊക്കെ വഹിക്കേണ്ടത് ഭർത്താവാണ്. ഭർത്താവ് മരണമടഞ്ഞാൽ അയാൾക്ക് സ്വത്തില്ലെങ്കിൽ അയാളുടെ അനാഥ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഭർതൃപിതാവാണ്.
പിതാവില്ലെങ്കിൽ സഹോദരന്മാരാണ്, അവരുമില്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ, അവരുമില്ലെങ്കിൽ പിതൃവ്യൻ, അദ്ദേഹവുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, ആ ഗണത്തിലും ആരുമില്ലെങ്കിൽ ഭർതൃപിതാവിൻ്റെ പിതൃവ്യൻ, അയാളില്ലെങ്കിൽ അയാളുടെ മക്കൾ, പുത്രന്മാരിലൂടെ എത്ര കീഴ്പോട്ട് പോയാലും അവർക്കായിരിക്കും മക്കളുടെ സംരക്ഷണോത്തരവാദിത്വം. സ്ത്രീ വിവാഹിതയാണെങ്കിൽ ഭർത്താവിനാണ് എല്ലാവിധ സാമ്പത്തിക ബാധ്യതകളും. അവിവാഹിതയാണെങ്കിൽ പിതാവിനും, പിതാവില്ലെങ്കിൽ സഹോദരന്മാർക്കായിരിക്കും. സാമ്പത്തിക ബാധ്യതകളെയൊക്കെയും മാതാവിൻ്റെ സംരക്ഷണ ചുമതല മക്കൾക്കാണ്. അതിനാൽ ഏതവസ്ഥയിലും നിയമപരമായി സ്ത്രീക്ക് സാമ്പത്തിക ബാധ്യതയോ ഒട്ടുമില്ല. പരസ്പര സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പേരിൽ സ്ത്രീ സമ്പത്ത് ചെലവഴിക്കുന്നുവെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്, നിയമപരമായ ചുമതലയല്ല. ഒരുവിധ സാമ്പത്തിക ഉത്തരവാദിത്വവുമില്ലാത്ത സ്ത്രീക്ക് എന്നിട്ടും എന്തിന് അനന്തര സ്വത്ത് അനുവദിക്കുമെന്നതാണ് പരിശോധന വിധേയമാക്കേണ്ടത്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്താനും ഉറപ്പുവരുത്താനുമാണത്. സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനും സൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. മകൾ, മാതാവ്, സഹോദരി, ഭാര്യ പോലുള്ള ഏതവസ്ഥയിലും സംരക്ഷണം, സാമ്പത്തിക സുരക്ഷിതത്വവും പൂർണ്ണമായും ഉറപ്പുവരുത്തപ്പെട്ട ശേഷവും ഭൗതിക മാനദണ്ഡമനുസരിച്ച് സ്വത്ത് ഒട്ടും ആവശ്യമില്ലാതിരുന്നിട്ടും ഇസ്ലാം സ്ത്രീക്ക് അനന്തര സ്വത്ത് അനുവദിച്ചു നൽകിയത് സ്ത്രീത്വത്തിൻ്റെ മഹത്വവും ആദരവും ആത്മാഭിമാനവും സുരക്ഷിതത്വബോധവും ഉറപ്പുവരുത്താനാണ്. ഇസ്ലാം സമ്പൂർണ്ണമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. അത് അവിഭാജ്യമാണ്. അതിൻ്റെ വിവിധ വശങ്ങൾ പരസ്പര ബന്ധിതങ്ങളാണ്, പരസ്പര പൂരകങ്ങളും. അതിൻ്റെ ഏതെങ്കിലും ഒരു വശം മാത്രമെടുത്ത് വിശകലനം ചെയ്യുന്നതും വിലയിരുത്തുന്നതും തെറ്റായ ധാരണകൾക്കും നിഗമനങ്ങൾക്കുമാണ് ഇടവരുത്തുക. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. സംരക്ഷണോത്തരവാദിത്തത്തെ ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ അനന്തരാവകാശ നിയമത്തിലെ നിസ്തുലമായ നീതിയും യുക്തിയും മികവും ബോധ്യമാവുകയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾക്ക് അനന്തരാസ്വത്തിൽ അല്പം അവകാശമുണ്ടായിരുന്നില്ല.